കീമോ കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ കുറച്ച് അവസ്ഥകളും അനുഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് കീമോ? കീമോയുടെ പ്രോസസ്സുകളൊക്കെ എങ്ങനെയൊക്കെയാണ്? കീമോ ചെയ്യുന്ന സമയത്ത് വേദനിക്കാറുണ്ടോ? ഇല്ലേ? സംശയമുണ്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കീമോയെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട്. പലരും ചോദിച്ചതാണ്. ഇന്ന് എൻ്റെ ഫ്രണ്ട് ചോദിച്ചപ്പോഴാണ് അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രസ്റ്റിൽ വേദന വന്നു. വേദന കാരണം ഈ കുട്ടി ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സ്കാനിങ്ങിന് എഴുതി. സ്കാനിങ് റിപ്പോർട്ട് വന്നു. ഒരു കുഴപ്പമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ കുട്ടിക്ക് ബ്രസ്റ്റിൽ കല്ലിപ്പുണ്ട്, കുത്തി വേദന എടുക്കുന്നുണ്ട്, ശരീരമാകെ തളർച്ച, ക്ഷീണം, പനി ഒക്കെ ഉണ്ട്. അപ്പം എന്നോട് എൻ്റെ ഫ്രണ്ട് ചോദിച്ചു ഏത് ഡോക്ടറെ കാണിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഒരു ഓങ്കോളജിസ്റ്റിനെ കാണിക്കാന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ എന്തിനാണ് ഒരു ഓങ്കോളജിസ്റ്റിനെ കാണിക്കുന്നത്? എനിക്ക് ക്യാൻസർ ആണോ? ഞാൻ ക്യാൻസർ രോഗിയാണോ? ഒരു ക്യാൻസറിൻ്റെതായ ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ വിലയേറിയ സമയങ്ങളും ദിവസങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് തന്നെ എൻ്റെ ദിവസങ്ങൾ നഷ്ടപ്പെട്ടു. ദിവസങ്ങളല്ല, എൻ്റെ മാസങ്ങൾ. ഈ രോഗം എൻ്റെ ശരീരത്തിൽ സ്പ്രെഡായി. നിങ്ങൾ ഒരു ഓങ്കോളജിസ്റ്റിനെയാണ് നിങ്ങൾ ആദ്യം ഇങ്ങനെ മുഴകളും കല്ലിപ്പുകളും കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്യാൻസർ ആണോ അല്ലേ എന്നതിനുള്ള ടെസ്റ്റുകൾ ഡോക്ടർ നടത്തും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാം ഇത് ക്യാൻസർ ആണോ അല്ലേ എന്നുള്ളത്. നിങ്ങൾക്ക് ക്യാൻസർ അല്ല, നിങ്ങൾക്ക് സന്തോഷിക്കാമല്ലോ അല്ലേ? ഇനി നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ ഭയക്കണോ? വേണ്ട. നിങ്ങൾ വിഷമിക്കണോ? വേണ്ട. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു അല്ലേ? പെട്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ അത് ചെറിയ മെഡിസിൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടും. ക്യാൻസറിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുറച്ച് മെഡിസിൻ കൊണ്ട് തന്നെ ഇത് മാറും. അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളായ കീമോയുടെ പുറകെയും റേഡിയേഷൻ്റെ പുറകെയൊക്കെ നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. ഒരു കഷത്തിലോ അല്ലെങ്കിൽ ബ്രസ്റ്റിലൊക്കെ ഒരു കല്ലിപ്പ്, ഒരു മുഴ എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഓങ്കോളജിസ്റ്റിനെ തന്നെ കാണിക്കുക കേട്ടോ. എനിക്കിപ്പോൾ കീമോ 6 കഴിഞ്ഞു. എൻ്റെ ആദ്യത്തെ കീമോ എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമം പിടിച്ച കീമോ തന്നെയായിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, മാനസികമായി ഒരുപാട് തളർന്നിരിക്കുന്ന സമയത്ത്, ബയോപ്സി റിസൾട്ട് വന്നതിന് ശേഷം ഇത് ക്യാൻസർ ആണെന്നറിഞ്ഞ് ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയം. അങ്ങനെ ഇരിക്കെ പെറ്റ് സ്കാനിങ് പറഞ്ഞു. പെറ്റ് സ്കാനിങ്ങിൽ റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിങ് നമുക്ക് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ പടർന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും പെറ്റ് സ്കാനിങ്ങിലൂടെ. ഈ പെറ്റ് സ്കാനിങ്ങിൽ എനിക്ക് ബോൺസിലും ലെൻസിലും ഒക്കെ പടർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് ആദ്യം തന്നെ എനിക്ക് പുറം വേദനയാണ് ആദ്യം സ്റ്റാർട്ടിങ് വന്നത്. അന്ന് ഞാൻ ഒന്നും മൈൻഡാക്കാതെ ഇരുന്നു. അത് ചെറിയ ഇരുന്നിട്ടുള്ള വേദനകളാവും എന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്തില്ല. അത് വേദന കൂടി കൈയിൻ്റെ തളർച്ചയിലോട്ടും ശ്വാസമുട്ടിലോട്ടും വേദനകൾ കൂടി ഓരോ ഭാഗത്തും വേദന കൂടി വന്നു. ശ്വാസമുട്ടൊക്കെ കൂടി ഒന്നും പറ്റാതെയായി. അങ്ങനെയാണ് ബയോപ്സിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളുടെ സമയങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ എനിക്ക് പെറ്റ് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് എനിക്ക് സ്റ്റാർട്ടിങ് നട്ടെല്ലിനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പുറം വേദന ആദ്യമായിട്ട് വന്നത് കേട്ടോ. അങ്ങനെ കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം, കീമോ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഉറപ്പൊന്നും ഡോക്ടർമാർ തന്നിട്ടില്ല, കീമോ ചെയ്ത് നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെതായ വിഷമങ്ങളുണ്ട്. പലതും ചിന്തിക്കുമല്ലോ അല്ലേ? കാട് കയറി നമ്മൾ ചിന്തിക്കും നമ്മളെ ഫാമിലിനെ കുറിച്ച്, നമ്മളില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നവരെ അല്ലേ, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെങ്ങനെ ജീവിക്കുന്നവരെ നമുക്ക് ചിന്തിക്കേണ്ടി വരും അല്ലേ? അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചു. ഒരുപാട് കരഞ്ഞു, ഒരുപാട് വിഷമിച്ചു. ഞാനിപ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴേ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത്, നീ കരയരുത്, നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഇനി വീഡിയോ ചെയ്യുമ്പോൾ നീ ഒരിക്കലും കരയരുത് എന്നാണ്. അങ്ങനെ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് കേട്ടോ. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് പേര്, ഒരുപാട് ചേച്ചിമാരെ എനിക്ക് കിട്ടി. കാരണം ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് എനിക്ക് 6 കീമോ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് അമ്മമാർ എന്നെ വിളിക്കുന്നുണ്ട്, ചേച്ചിമാർ, ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്നേഹമുള്ളവരുണ്ട് കേട്ടോ. എന്നാൽ നമ്മളെ ഇട്ടെറിഞ്ഞ് പോയ സുഹൃത്തുക്കളും നമ്മുടെ കൂടെ ഉണ്ട്. എന്നിട്ട് അവർക്കൊരു കാരണമായിരിക്കും. ഞാൻ വിളിച്ചാൽ അവർക്ക് അവൾ കരയായിരിക്കും, അവൾ സങ്കടമായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോലും, ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും വിളിക്കാത്ത ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവും, നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാവും. എത്രയായാലും നമ്മളെ ഫാമിലി, നമ്മളെ അമ്മ അല്ലെ, നമ്മളെ വീട്ടുകാരെന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഒരു ഉറപ്പിൽ ആണ് എൻ്റെ ഇപ്പോഴും ഇനി മുന്നോട്ടുള്ള ജീവിതം കൂടി. ഞാൻ അത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചതാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര കീമോ എങ്ങനെയായിരിക്കും, ഞാൻ ഒരുപാട് ഇതായിരുന്നു, എങ്ങനെയാണ് കീമോ ദൈവം എങ്ങനെ ചെയ്യുന്നത്, എനിക്ക് പേടിയായിരുന്നു, ഭയങ്കര പേടിയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ കീമോ സ്റ്റാർട്ടായി. ആദ്യം തന്നെ എൻ്റെ കാലിൻ്റെ തുടയിലായിരുന്നു അവരെനിക്കൊരു ഇഞ്ചക്ഷൻ തന്നത്. ഈ ഇഞ്ചക്ഷൻ കഴിഞ്ഞത് 5 മിനിറ്റ് എടുത്തിട്ടാണ്. എല്ലാവർക്കും ഈ ഇഞ്ചക്ഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പലതരം ക്യാൻസറാണ്. അപ്പം ആ ക്യാൻസറിൻ്റെതായ രോഗത്തിനനുസരിച്ചുള്ള കീമോകൾ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ഭയപ്പെട്ടിരിക്കുകയാണ്, എന്താണ് ഇനി അടുത്ത് തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഭയവും എല്ലാം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഭയപ്പെട്ട പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. സാധാ നമ്മളൊരു ക്ഷീണത്തിന് പയക്കിന് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കൊരു ട്രിപ്പ് നൽകില്ലേ, അതേ പ്രോസസ്സ് തന്നെ ഇവിടെ. അതിൽ കീമോടെ മരുന്നായിരിക്കും എന്നുള്ളൂ. അപ്പോൾ കീമോ വേദന ഇല്ല എന്നെല്ലാവർക്കും മനസ്സിലായല്ലേ അല്ലേ. അപ്പോൾ കീമോ സംഭവം ഒന്നും നമുക്ക് വേദന ഇല്ല കേട്ടോ. പിറ്റേന്ന് ഡോക്ടർ വന്നു, ഡോക്ടറിനോട് വന്ന് പറഞ്ഞു ക്ഷീണമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്ഷീണമൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നോട് വന്ന് നല്ല ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ എഫക്റ്റാണ്, പനി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ 3 ലിറ്റർ 4 ലിറ്റർ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കണം എന്നും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത്രയും തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ വരണം, ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് 1, 2, 3 ദിവസം ഒന്നും എനിക്ക് കുഴപ്പമില്ല. 4ാമത്തെ ദിവസം ഞാൻ ആകെ തളർന്നു. എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല, രാവിലെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും ക്ഷീണം തളർച്ച. എന്നെ എല്ലാവരും പിടിച്ചിരുത്തിട്ടൊക്കെയാണ് ഭക്ഷണങ്ങളും വെള്ളമൊക്കെ തന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അന്ന് ഫുൾ തളർച്ചയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ആണല്ലോ, നമ്മൾ തളർച്ച ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പിറ്റേന്ന് എനിക്ക് രുചി കുറഞ്ഞു, ഒരു ഭക്ഷണത്തിൻ്റെയും രുചിയോ കാര്യങ്ങളോ കിട്ടുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് ശരീരം മൊത്തം പനി, വിറച്ച് പനി വന്നു, ശരീരം മൊത്തം വേദന, കാല് വേദന എല്ലാം വന്നു. അത് കഴിഞ്ഞ് വയറിൽ വേദന, വയറിൽ ഗ്യാസിൻ്റെ പ്രോബ്ലംസ്, ഓക്കന് ഭക്ഷണം കഴിക്കുമ്പോൾ ഓക്കാൻ വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വായൻ്റെ ഉള്ളിൽ ആകെ പൊട്ടി, പുണ്ണ് വന്നു, നാക്കിൽ പുണ്ണ്, ഈ കവളിൽ സൈഡിലൊക്കെ പുണ്ണ് വന്നു, വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ, ഒന്നിനും പറ്റുന്നില്ല, തളർച്ച അതിലും കൂടുതൽ, ഒരു കാര്യത്തിനും പറ്റാതെ എണീറ്റ് നടക്കാൻ പറ്റാത്ത അത്ര കാലുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഈ നഖമൊക്കെ ഇങ്ങനെ ഒരു പൊട്ടിപ്പോകുന്ന അവസ്ഥ കാര്യങ്ങൾ വന്നു. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഞാൻ ഇതുകൊണ്ടൊക്കെ ഭയങ്കര ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. എന്നാലും നമുക്ക് വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, ഇവർ പറഞ്ഞ പ്രോട്ടീനുകളൊക്കെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ നാവും ഈ വായൻ്റെ ഉള്ളിലൊക്കെ പൊട്ടിയതുകൊണ്ട് ഇത് കഴിക്കാനും ബുദ്ധിമുട്ട്. എൻ്റെ ഫസ്റ്റിലെ കീമോ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും അനുഭവിച്ചു, അത്രയും വിഷമിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു രക്ഷയില്ലാഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി, MBR ഹോസ്പിറ്റലിൽ തന്നെ പോയി. അവിടെ അഡ്മിറ്റായി ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് സോഡിയം കുറവാണ്, പ്രഷർ കുറവാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടൊക്കെ കൂടുതലായിട്ട് വന്നത്. അതൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് സോഡിയമൊക്കെ കയറ്റി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഒരാഴ്ചയോളം അവിടെ കിടന്നു. ഒരാഴ്ചയോളം കിടന്നിട്ടാണ് അവിടെ നിന്നിട്ട് വിട്ടത്. വായൻ്റെ ഉള്ളിൽ തേക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നു. നമ്മൾ എത്ര ഇത് ചെയ്താലും നമുക്ക് ആ എഫക്റ്റുകൾ തീരുന്നത് വരെ നമ്മളൊന്ന് സഹിച്ചേ പറ്റുള്ളൂ. കീമോ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബുദ്ധിമുട്ട്. കീമോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ അന്നൊന്നും എൻ്റെ മുടി ഇളകി മുടി പോവേ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ. കീമോയിൽ മെയിൻ ഒരു സംഭവമാണ് മുടി പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. നമ്മൾ ചെറിയ മുടി നമ്മൾ കുളിക്കുന്ന ടൈമിൽ വരെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സങ്കടം, അയ്യോ ഒന്ന് മുടി കൊഴിഞ്ഞു പോയി, ഇത് ഏത് എണ്ണ തേക്കും, ഏത് മരുന്ന് തേക്കും എന്നുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ലേ. അതുപോലെ തന്നെ എനിക്ക് മുടിന്ന് അന്നൊന്നും ഒരു കീമോ കഴിഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ മുടി ഒരു തരി പോലും പോരുന്നില്ല. അങ്ങനെ സെക്കൻഡ് കീമോയിലും ഇങ്ങനെ തന്നെയായിരുന്നു അവസ്ഥകൾ. ഭയങ്കര ക്ഷീണവും തളർച്ചയും കാര്യങ്ങളും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ക്ഷീണം, പനിയൊക്കെ കൂടിയിട്ട് കൗണ്ട് കൂടുതലായിരുന്നു എനിക്ക്. കൗണ്ട് കൂടുതൽ വന്നുകൊണ്ട് പനി അധികം കൂടിയിട്ടോ, നല്ല കൂടുതലായിരുന്നു. സാധാരണ കുറയാറാണ് ഉണ്ടാവുക, എനിക്ക് നേരെ തിരിച്ചായിരുന്നു, നന്നായിട്ട് കൗണ്ട് കൂടുക ചെയ്തത്. അപ്പം അതിൻ്റേതായ പനി എനിക്കുണ്ട്. രണ്ടാമത്തെ കീമോ ചെയ്തപ്പോഴും അഡ്മിറ്റ് തന്നെ.
അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇത് കഴിഞ്ഞത്. രണ്ടാമത്തെ കീമോ കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം മൂന്നാമത്തെ കീമോ അടുക്കാനായിട്ടുള്ളൂ. ആ ദിവസത്തിന് ശേഷം ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോൾ മുടി ഇങ്ങനെ പോരുന്നുണ്ടേ. മുടി ഇങ്ങനെ പോരും. അപ്പോൾ ഞാൻ ഒന്നോ രണ്ടല്ലേ പോരുന്നുള്ളൂ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ നിന്ന് മുടി ചീകി നോക്കിയപ്പോൾ മുടി സാധാരണ നമ്മൾ ദിവസം ചെയ്യും അതുപോലെ മുടി ചീകിയപ്പോൾ മുടി ഇങ്ങനെ പോരുന്നു. പിന്നെ ഇങ്ങനെ പിടിച്ച് കൈ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടത് ഇത്രയും പിടി വെച്ചിട്ടാണ് മുടിയൊക്കെ പോരുന്നത്. ഭയങ്കര സങ്കടം ഉണ്ടായി. പക്ഷെ നമുക്കറിയാലോ ഇത് പോരും, മുടി പോരും ഒക്കെയുള്ള ഇതുണ്ടാവുമല്ലോ, മുടി എന്തായാലും പോകുന്നതാണ്. പക്ഷെ ആ മുടി പോകുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. കാരണം അത് അറിയെങ്കിൽ പോലും നമ്മളെ മുടി ഇങ്ങനെ പോരുകയാണെന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ. മുടി എന്തായാലും പോകുമെന്ന് എനിക്കറിയാം, മുടി വരും എന്നറിയാം. കീമോ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ മുടി വരും എന്നറിയാം. പക്ഷെ ആ മുടി പോകുമ്പോഴുള്ളൊരു സങ്കടം ഉണ്ടല്ലോ, അത് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ 2 കീമോ കഴിഞ്ഞതിന് ശേഷം കേട്ടോ എനിക്ക് മുടിയൊക്കെ പോയത്. 2 കീമോ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നഖത്തിൻ്റെ ഇതൊക്കെ ഭയങ്കരമായിട്ട് നഖം ഒന്ന് കട്ടില്ലാതൊക്കെ ആയിട്ട് വരിക, നഖം പൊട്ടി തുടങ്ങുക, നഖം ഇങ്ങനെ ചീന്തി പോവുക, സെൻട്രലിലൂടെ ഒക്കെ ചീന്തി പോവാന്ന് പറയില്ല അതുപോലൊക്കെ പോവുക, കൈയിൻ്റെ ഇവിടെയൊക്കെ. ഇതൊക്കെ കീമോ ചെയ്തിട്ടുള്ള അടയാളങ്ങളാട്ടോ. വലത്തെ കൈയിൽ അവർ ചെയ്തിട്ടില്ല, ഇടത്തെ കൈയിൽ തന്നെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇതാണ് കീമോ. വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കീമോ തളർച്ചയിലൊന്നും നമുക്ക് എണീറ്റ് പോലും നിൽക്കാൻ പറ്റൂല. വെള്ളം നന്നായിട്ട് മസ്റ്റാണ്. അപ്പം ഞാൻ കരിക്കും വെള്ളം കാര്യങ്ങളൊക്കെ കരിക്കും വെള്ളം എന്നോട് കുടിക്കണ്ടെന്ന് പറഞ്ഞു. ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കണ്ട, ക്ഷീണത്തിന് നല്ലതാണെന്ന് വിചാരിച്ചത് അത് കുടിക്കാൻ നോക്കിയപ്പോൾ അതും കുടിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുടിക്കേണ്ടെന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെള്ളം മാത്രമായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ഇതാണ്. പിന്നെ നമുക്ക് ഒരു 4 ദിവസം ഒരു ഗ്യാപ്പ് കിട്ടും കേട്ടോ. 4 ദിവസത്തെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി 4 ദിവസം ഒന്ന് ഫുഡോ വെള്ളമൊന്നും കഴിക്കാനും നമുക്ക് തോന്നില്ല. എന്നാലും ഭക്ഷണമൊന്നും അതിങ്ങനെ കഴിക്കാനോ കാര്യങ്ങളൊന്നും. പക്ഷെ അപ്പോഴേക്കും അടുത്ത കീമോ ചെയ്യാനായി. പിന്നെ തന്നെ ഇത് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു. അപ്പം 4 കീമോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് 4ാമത്തെ കീമോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇത്ര എഫക്റ്റ് വന്നില്ല കേട്ടോ. ഇത്ര എഫക്റ്റോ കാര്യങ്ങളൊന്നും വന്നില്ല. കുറവായിരുന്നു, ക്ഷീണം, തളർച്ച, പനിയൊക്കെ കുറവായിരുന്നു. ഉണ്ടെന്നുണ്ട്, വല്ലാതില്ല, ചെറുതായിട്ടുള്ളായിരുന്നുള്ളൂ. അങ്ങനെ ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഈ 5ാമത്തെ കീമോ ആയപ്പോഴേക്ക് പിന്നെയും കുറഞ്ഞു കേട്ടോ. ഈ തളർച്ച, ക്ഷീണയും കാര്യങ്ങളൊക്കെ തോന്നുന്നു. 1, 2, 3 എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഫുൾ ഹോസ്പിറ്റലിലായിരുന്നു. അത്രയും ഒന്നര ആഴ്ചത്തോളം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കീമോ ചെയ്തിട്ട് എനിക്കുണ്ടായ ഈ അനുഭവങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. മുടി പോയത് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. മുടി പോയി കഴിഞ്ഞ് നമ്മൾ അടുത്ത കീമോ ആകുമ്പോഴേക്കും ഇങ്ങനെ മുളച്ചിങ്ങനെ വരും കേട്ടോ, കുറച്ചിങ്ങനെ മുളച്ച് വരും. അപ്പോൾ പിന്നെ അടുത്ത കീമോ ചെയ്യുമ്പോഴേക്കും ഇത് വീണ്ടും കൊഴിയും. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ കീമോ ഒക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ കീമോയുടെ എനിക്ക് ചെയ്തിട്ട് എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ. അപ്പം നന്നായിട്ട് ഇപ്പം ഓരോ കീമോ കഴിഞ്ഞ് ചിലവർക്ക് ഇത് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളമൊക്കെ കുടിക്കാൻ ചിലവർക്കൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഡോക്ടർ നമ്മളെടുത്ത് പറയും നമുക്ക് നമ്മുടെ പ്രശ്നം കാരണമാവുമല്ലോ അവർ കുടിക്കേണ്ടെന്ന് പറയണത്. എന്നോടും അതേമാതിരി പഴവർഗ്ഗങ്ങൾ അധികം കഴിക്കേണ്ടെന്ന് എന്നോട് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ എനിക്കത് കൗണ്ട് കൂടുതലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. അതേമാതിരി ഓരോരുത്തർക്ക് ഓരോ പോലെ ആയിരിക്കും കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ ഒന്നുമല്ല. അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത് അത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ കീമോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ.